ഇന്ന് നടക്കുന്ന അക്ഷരമുറ്റം ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയാണ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. ലോകത്തെ വരിഞ്ഞു മുറുക്കുന്ന മാരക വിപത്താണ് ലഹരിയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ചെറുപ്പത്തിലെ പിടികൂടുക എന്നതാണ് ലഹരി മാഫിയയുടെ. ലഹരിക്കടിപ്പെട്ട് രോഗിയായി ഭ്രാന്തനായി കൊഴിഞ്ഞു വീഴാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ പെരിയാൾ തുടങ്ങിയതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസ കൂടി നടന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ഒഡീസ സ്പോൺസർ ചെയ്യുന്ന ദേശാഭിമാനി അക്ഷരമുറ്റം കിസ് ഫെസ്റ്റിവൽ 2016 ബാലരാപുരം വിദ്യാഭ്യാസ ജില്ലാതല മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ ധന്യമായ വേദിയിൽ വെച്ച് ഈ ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ, അധ്യാപകരുടെ സാന്നിധ്യത്തിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നിൽ ഒരു ചരിത്രമുണ്ട്. വളരെ മനോഹരമായി കാര്യങ്ങൾ പഠിക്കുകയും അവതരിപ്പിക്കുകയും ഒരുപക്ഷെ ലോകത്തെക്കുറിച്ച് തന്നെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കാണാൻ കഴിഞ്ഞിട്ടുള്ള, ചരിത്രം രചിക്കുകയും ചരിത്രത്തിന് മുൻപേ സഞ്ചരിക്കുകയും ചെയ്ത യുഗപ്രഭാവനായ സഖാവ് EMSന്റെ തലയിലുദിച്ച ഒരു ആശയമാണ് ഇത്തരത്തിലൊരു ദിനപത്രം. അതിന് സംഭാവന തന്നെ നൽകിയത് നമ്മുടെ ചരിത്രം പറയുന്നത് പാലറ മാത എന്ന് പറയുന്ന വളരെ ദരിദ്രയായ ഒരു അമ്മ അവരുടെ ആട്ടിൻകുട്ടിയെ, കന്നുകുട്ടിയെ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ പത്രത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഇതിനുള്ള പണമടക്കം സ്വരൂപിച്ചത്. അങ്ങനെ വളർന്ന ഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനപത്രത്തിൻ്റെ ഒരു വലിയ ഉദ്യമമാണ് അക്ഷരമുറ്റം ഈ ക്വിസ് ഫെസ്റ്റിവൽ. അതായത് മൃഗങ്ങളുടെ മാംസം, പാല്, പക്ഷികളുടെ മുട്ട, UHSS നെല്ലിമൂടി, ശരവൺ കൃഷ്ണ, ഗവൺമെൻറ് UP സ്കൂൾ. ഈ സമാപന യോഗത്തിൻ്റെ അധ്യക്ഷ ബാലരാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി R. ഷാമില ബീബി, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ MLA ശ്രീ K. ആൻസലൻ, പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ ബാലരാപുരം വിദ്യാഭ്യാസ ഉപജില്ലയുടെ മത്സരം വളരെ ആവേശപൂർവ്വം അവസാനിച്ചിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ വിവിധ വിഭാഗങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളും ഒക്കെ തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ ഉപജില്ലയിൽ 65 വിദ്യാലയങ്ങളിൽ പഠിച്ച് അവിടെ സ്കൂൾ തല മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ജൂൺ മുതൽ ഒക്ടോബർ മാസം വരെയുള്ള, സെപ്റ്റംബർ മാസം വരെയുള്ള ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം സപ്ലിമെൻറ്റും കിളിവാതിലും നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് എല്ലാ കുട്ടികളും മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം നല്ല വാശിയേറിയ ഒരു മത്സരമാണ്. അതിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്ന കുട്ടികൾ, അതിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായി മാറുന്ന കുട്ടികൾ, അതിൽ വിജയം നേടുന്ന കുട്ടികൾ, ഇത് 3 തരത്തിൽ കുട്ടികളെ സംബന്ധിച്ച് വളരെയേറെ സ്വാധീനം ചെലുത്തുകയാണ്. കുട്ടികളിൽ മാത്രമല്ല, രക്ഷിതാക്കളിൽ പോലും അറിവിൻ്റെ പുതിയ ഒരു വാതായനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറക്കപ്പെടുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് മുൻപുണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാവുകയും വിദ്യാഭ്യാസത്തെ ഗൗരവതരമായി സമീപിക്കുകയും ചെയ്യുകയാണ് നാട്ടിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. മുൻപ് പരീക്ഷയ്ക്ക് ജയിച്ചാൽ മതി,
ഇന്ന് ജയത്തിനപ്പുറം 100% മാർക്ക് നേടിക്കൊണ്ട് മാത്രമേ വിജയം കരസ്ഥമാക്കൂ എന്ന പുതിയ ചിന്ത നമ്മളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും അത് ആവശ്യവുമാണ്. കേരളം വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ ആ മുന്നേറ്റം സാധാരണഗതിയിൽ വിജയത്തിനപ്പുറം പൂർണ്ണമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതും ഉത്തരം പറയേണ്ടതുമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാറിക്കൊണ്ടിരിക്കുന്നത്. കിട്ടാൻ കഴിയാത്ത നിഗൂഢമായിട്ടുള്ള ചില ഉത്തരങ്ങൾ തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതെല്ലാം തന്നെ കുട്ടികളെ കൊണ്ട് പ്രത്യേകമായിട്ട് അത് കട്ട് ചെയ്ത് അത് ചില പഴയ പുസ്തകങ്ങളെല്ലാം ദേശാമയ സംയുക്തമായ അക്ഷരമുറ്റം പരിപാടിയിലൂടെ നടപ്പിലാക്കുന്നത്. വിജ്ഞാനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു വർഷക്കാലം തയ്യാറെടുപ്പിലൂടെ അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഭാവിയിൽ ഇത് പ്രയോജനപ്രദമാകുമെന്ന കാര്യത്തിൽ ഏതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഇതിന് പ്രോത്സാഹനം നൽകി കൂടെ വന്ന എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്ഥാനം നേടിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം ബഹുമാന്യനായ MLA നിർവഹിക്കും. അതിനുവേണ്ടി പ്രിയപ്പെട്ട MLA സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയത് MLAയുടെ തന്നെ മണ്ഡലത്തിലുള്ള ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവിക RS, വിഘ്നേഷ് VS. ലക്ഷ്മി S. കുമാർ ആൻഡ് ഫാത്തിമ NS. നന്നായി കൈയടിക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചവരാണ്. ആരും പരാജയപ്പെട്ടു. ദേശാഭിമാനിയുടെ ഓരോരുത്തർക്കും 500 രൂപയും ദേശാഭിമാനിയുടെ ഫലകവുമാണ് സമ്മാനമായി ലഭിക്കും. രണ്ടാം സ്ഥാനം ഗവൺമെന്റ് LP BS വെൺപകൽ ദേശാഭിമാനിയുടെ ഫലകവും സമ്മാനവും